ഞാനെവിടെ പോവാന്നാ പിന്നെ പുറത്ത് പോവുകയാണ്. എന്ത് മേടിക്കാനാണ്? കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. സൺസ്ക്രീന്, ബോഡി ലോഷന്, വൈറ്റമിൻ ടാബ്ലറ്റ്സുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. വൈറ്റമിൻ ഡിയുടെയൊക്കെ ടാബ്ലറ്റ് ഞാൻ കഴിക്കും. കാരണം അല്ലെങ്കിൽ മുട്ടുവേദനയൊക്കെ വരുമ്പോൾ എനിക്കറിയാം അത് കുറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ അതുകൊണ്ട് ആഴ്ചയിൽ ഒരെണ്ണം കഴിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഡെയിലി കഴിക്കും. അങ്ങനെ കഴിക്കും. പിന്നെ എന്തുവാ, അങ്ങനത്തെ കുഞ്ഞു എൻ്റേതായ സാധനങ്ങളുണ്ട്. അതൊക്കെ മേടിക്കാൻ വേണ്ടി പോവുക. വന്നാൽ ഞാൻ ചോറ് മേടിച്ച് തരുന്നതായിരിക്കും. കൂട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് പോവുക. അമ്മൂനെ കൊണ്ടൊക്കെ പോയാലുണ്ടല്ലോ നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ അമ്മൂനെ പയ്യെ നോട്ടറിൽ അമ്മു കാണാതെ പോവുക. അമ്മു റൂമടെ ചേറിയിരുന്ന് അമ്മു ഇഷ്ടം പോലെ ബുക്ക് വായിക്കും. എൻ്റെ അമ്മയെ വായിക്കുന്നതിന് മടുപ്പില്ല. എനിക്ക് ആണെങ്കിൽ അത്രക്കൊക്കെ എനിക്ക് ഈ കൃഷ്ണൻ്റെയും ഒക്കെയാണ് ഇഷ്ടം. വല്ലാത്ത വായനകളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത്ര ക്ഷമയില്ല എനിക്ക്. നാരായണ അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകണം. ചക്കരകളെ നിങ്ങൾ വരുന്ന അന്ന് ചോറ് മേടിച്ച് തരുന്നതായിരിക്കും. അമ്മൂനെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എവിടെയും കയറാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു ലുലു സെലിബ്രിറ്റിയിലൊക്കെ കയറുന്ന വെറുതെ ഡ്രസ്സ് മേടിക്കാം. ഞാൻ ഒരെണ്ണം മേടിച്ച് അമ്മു 2 നിൽക്കും. ഞാനപ്പോൾ റെഡി. നിങ്ങൾക്കൊക്കെ ഇനിയും പ്രായം കിടക്കുന്നു. ഞങ്ങളൊക്കെ ഇത്രയൊക്കെ ആയാലും ഇപ്പോഴല്ലേ ഞങ്ങൾ ഇത്രയൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. നിങ്ങൾ ഇത് അമ്മയെടുത്താ എനിക്ക് ഇപ്പം തന്നെ വേണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആ പീസിനെ ഇവിടെ ഇട്ടിട്ട് പോവുക. ആ പീസ് അറിഞ്ഞാൽ ഇപ്പം തന്നെ കയറിയിരിക്കും വണ്ടിയിൽ. അറിയത്തില്ല, ഞാൻ കയറിപ്പോയി കഴിഞ്ഞിട്ട് എന്നെ തപ്പിയോടെ പോകും. ഞാൻ അങ്ങനെ പറയാതെ നോക്കണേ. എനിക്കൊരു ഷൂ മേടിക്കണം. അങ്ങനത്തെ എൻ്റെ ചില കാര്യങ്ങൾ. നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ചില ഡ്രസ്സ് നമുക്ക് തുരുതുരായി ഇടാൻ തോന്നില്ലേ. പിന്നെ ചില ചെരുപ്പുകൾ ഞാൻ ഷൂവിൻ്റെ ഒരു അഡിക്റ്റാണ്. എത്ര ഷൂ ഉണ്ടെങ്കിലും നമുക്ക് ചില ഷൂ ഒന്നും കാലിൽ നൂരാൻ തോന്നില്ല. ചെരുപ്പൊക്കെ അങ്ങനെയല്ലേ. അതുപോലെ തന്നെ എനിക്ക് ഷൂ ഇടുന്ന അത്ര വലിയ ശീലം. ഓവർ ഷൂ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഷൂ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളറൊക്കെ ഞാൻ മാറ്റി കണ്ട. ഇപ്പോൾ ഈ കളറാണ് ഇടുന്നത്. കൊള്ളാം അല്ലേ? ഇത് മെബലേമിൻ്റെ 50 നമ്പർ 50 ഇതിൻ്റെ. മെബലൈൻ അല്ലേ? മെബലൈൻ എന്ന് പറയും ഞാൻ എപ്പോഴും. മെബലൈൻ അല്ലേ? മെബലൈൻ. അതാ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. പിന്നെ റെഡിൽ നിന്ന് നിങ്ങൾ കാരണം ഞാൻ പിടിവിട്ട് ചക്കരകളെ. ഞാനിപ്പോൾ ഓർക്കും ആച്ചിമ അടുത്തെങ്ങാനായിരുന്നെങ്കിൽ മതിയായിരുന്നു. എല്ലാവരും ഓരോരോ ജോലിക്കൊക്കെ പോയി എല്ലാവരും തിരക്കിലായിപ്പോയി. ഞാൻ അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ. പിന്നെ എന്താ വെയിലല്ലേ, വെയിലാണ്. പക്ഷെ ഇച്ചിരിയൊക്കെ മഴ വന്നു കഴിയുമ്പോൾ നമ്മൾ മുക്കിക്കളയായിരുന്നാൽ മതിയല്ലേ. കുറച്ച് മഴയൊക്കെ ആകാം അല്ലേ. ഇന്നലത്തെ വാർമുടിയൊക്കെ കണ്ടല്ലേ. എന്നോട് എല്ലാവരും ചോദിച്ചു വാർമുടി എവിടെ നിന്നാണ്. ഞാൻ വാർമുടി മേടിച്ച ഉർവശി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ കോൺവെൻറ്റേഷൻ പല അൽഫോൻസ, ഉർവശി അങ്ങനെ പല കടകളുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. പല സ്ഥലത്ത് കയറി നോക്കിയിട്ട് അവിടെ മുടിക്ക് യോജിക്കുന്നതേ എടുക്കാം. അവളോട്ട് എടുക്കുകയാണെങ്കിൽ ആ മുടിക്ക് 3700 ഒരു 6 മാസം മുമ്പ് വാങ്ങിയതാണ്. ഞാൻ വെക്കത്തില്ല അങ്ങനെ. വല്ലപ്പോഴും അത്രയ്ക്ക് വില സെറ്റ് സാരി കൊടുത്ത ഒരു മുടിയിലയുടെ കുറവ് നമുക്ക് തോന്നുമല്ലോ. ഇങ്ങനെ ഈ ഡ്രസ്സിനൊന്നും ഞാൻ അതൊന്നും വെക്കത്തൊന്നുമില്ല. നമ്മുടെ സാരി ഇതൊക്കെ ഉടുക്കുമ്പോൾ ആലപ്പുഴ ഞാൻ ഉടുക്കുന്നത്. എനിക്കതൊക്കെ വെക്കാൻ പേടി. അവിടെ പിടിച്ച് വലിച്ചാൽ അതൊത്തിട്ട് പേടി. അത് നീ മറുപടി അവിടെ പൊക്കും. അതുകൊണ്ട് ആലപ്പുഴ ഞാൻ വെക്കത്തേയില്ല. ആലപ്പുഴയിലൊന്നും വെക്കത്തില്ല. അവരിപ്പോൾ കണ്ട് ഞെട്ടും. എൻ്റെ ഇനി ഒറിജിനൽ മുടി ഇനി വാർമുടിയാണോ എന്ന് ചിന്തിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ആലപ്പുഴ പോയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കത്തില്ല. ഇവിടെ ഇപ്പോൾ ലുലുലൊക്കെ പോയി വെച്ചിട്ട് പോയാൽ അറിയത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ കല്യാണത്തിന് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം ഇത് നന്നായിട്ട് വെച്ച് തരാൻ അറിയാവുന്ന ആരെങ്കിലും പിള്ളേർ നമുക്ക് വെച്ച് തന്നാൽ എക്സ്റ്റൻഷനൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിലേക്ക്. ഈ സിനിമാ നടികളെല്ലാം വെക്കുന്നുണ്ട്. ഫിലിം സ്റ്റാറെല്ലാം സീരിയൽ നടികളൊക്കെ ഇത് മിക്കവരും വെക്കുന്നുണ്ട്. നമ്മളറിയത്തില്ല. കാരണം മിക്ക പിള്ളേരും ഇതല്ലാത്തുള്ളവർ നോർമലി ഇത് വെക്കുന്നു. എന്ത് ചിലവാണ് അവിടെ. ഞാൻ നോക്കി നിൽക്കുമ്പോൾ എത്ര പേര് മേടിച്ചെന്നറിയാം. നമ്മളെ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒരുങ്ങുമല്ലോ. എല്ലാ സാധനങ്ങളും ഒരു പോസിറ്റീവ് വൈബ് തന്നെ. ഇത് വില കൂടിയത് നമ്മൾ ഒറിജിനൽ മുടിക്കാണ് വില കൂടിയത് കേട്ടോ.
അല്ലാത്ത ഇതുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്. അത് 750 രൂപ 500 രൂപയ്ക്കുള്ളൂ. ഞാൻ ഇവിടം മുടികളൊരു ഒരെണ്ണം വെച്ചൊരു റീലിട്ടില്ലേ, അത് 750 രൂപ. ആദ്യത്തെ ദിവസം ഇപ്പോൾ എനിക്ക് പൈസ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ വേറെ സാധനങ്ങളൊക്കെ മേടിച്ച് കാശ് തീർന്നുമായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ട് വെച്ചു. പക്ഷേ അത് ഞാൻ വെട്ടി കുറച്ചിട്ട് എൻ്റെ ഒരു ഈ ലെങ്തിനുള്ള രീതിയിലാക്കുക. എനിക്ക് ഇത്ര മുടി കൂടുതൽ വലിയ താല്പര്യമില്ല, അത്ര ആക്കി ഞാൻ വെച്ചിരിക്കുക. എന്നിട്ട് അതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒറ്റ ക്ലിപ്പിട്ട്, നമ്മൾ ആദ്യം ഇതിങ്ങനെ മുടി റബ്ബറിട്ട് മുറുക്കി വെച്ചിട്ട് അതൊരു ക്ലിപ്പാണ്, അതിങ്ങനെ വെച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റിനും പൂവെക്കാം. നന്നായിട്ട് പൂവൊക്കെ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കും, പിന്നെ ഇടാം. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അതാരെങ്കിലും ഒന്ന് ചെയ്തു തരാൻ വേണം. ഞാൻ ഒറ്റയ്ക്ക് നിന്നത് ചെയ്ത് കേട്ടോ. ഞാൻ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക്, അമ്മ ഒന്നുമില്ലല്ലോ. ഈ പിള്ളേരൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്തു തരത്തില്ല. എൻ്റെ ഒരു മെയിൻ കംപ്ലൈൻറ്റ്, നമുക്ക് ഒരുങ്ങാൻ വേണ്ടി ഇവരൊന്നും ചെയ്തില്ല. ഇവരൊരുങ്ങാൻ വേണ്ടി നമ്മളെല്ലാ സഹായവും ഇവർക്ക് ചെയ്തു കൊടുക്കും. അതാണ് ഇവരുടെയൊക്കെ വിചാരം. നിങ്ങൾക്ക് ഇനി അടങ്ങിയിരിക്കാൻ എന്നുള്ള മൈൻഡായിരിക്കും. അങ്ങനെ മനസ്സിലിരിക്കും അടങ്ങിയിരിക്കുക. ഞാൻ ചക്കരകളെ ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ, ഞാൻ ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു അവാർഡ് സ്ത്രീ ആയിട്ട് തോന്നും. വേഗം മടുത്തിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും. മനസ്സിലായോ? ഒരു ചിരിക്കുന്ന കഥ എനിക്ക് പറയേണ്ടത്. ഇന്നാളെ ഞാൻ എൻ്റെ ഒരു വർഷം മുമ്പൊക്കെ ഉള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഏപ്പടത്തിന് പോയ ഓർമ്മകളൊന്നും വേണ്ടി ഇട്ടിരുന്നില്ലേ, അതിനകത്തൊരു ഞങ്ങളുടെ ഒരു നാട്ടിലൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കാര്യം ഞാൻ ഇന്ന് ഓർത്തായിരുന്നു. എന്താ പറയുക, ഇവിടെ ഒരു കാര്യം, അതായത് നമ്മുടെ നാട്ടിലൊക്കെ താട്ടുംപുറത്തൊക്കെ ജീവിക്കുമ്പോഴേ, കഥ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. നാട്ടുംപുറത്തൊക്കെ എനിക്ക് വണ്ടി വരുന്ന ഒരു 12 കാലം വണ്ടി വരും. അതുവരെ ഞാൻ നിങ്ങളോട് കഥ പറയാം. നാട്ടുംപുറത്തൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ നാടും പ്രദേശങ്ങൾ, ആലപ്പുഴ പോലുള്ള സ്ഥലത്ത്, അല്ലാതെ കുഗ്രാമങ്ങളിലൊക്കെ പണ്ടത്തെ ഓൾഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. അവിടെയൊക്കെ എപ്പോഴും നമ്മുടെ നാട്ടിലൊരു മരിപ്പുണ്ടായാൽ, ഒരു കല്യാണം ഉണ്ടായ, ഒരു നിശ്ചയം, എൻഗേജ്മെൻ്റ് ഉണ്ടായ, ഒരു 28 ഉണ്ടായ ഒരു, അങ്ങനെ എല്ലാ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ഈ ചടങ്ങുകൾക്കൊക്കെ ഒരു കാര്യത്തിന് മുന്നിൽ നമ്മുടെ പരിസരവാസിയിൽ ഏതെങ്കിലും ഒരു സ്മാർട്ടായിട്ടൊരാൾ കാണുമല്ലോ, അല്ലെ, ഒരു നല്ലൊരു മനുഷ്യൻ കാണും. വീട്ടിൽ വന്ന് പന്തലിട്ട് തരുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, അതായത് ശമ്പളം മേടിക്കാതെ നമുക്ക് വേണ്ടി എഫർട്ട് എടുത്ത് നമ്മളുള്ള സ്നേഹം കാണിക്കുന്ന, അങ്ങനത്തെ വിരലുണ്ടാകുന്ന ചില ആൾക്കാർ അവരെ ലീഡ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ആളുകളെല്ലാം സഹായിച്ച് തരും. പന്തലിടുന്നിടത്ത്, ഇല വെട്ടുന്നിടത്ത്, ഇല ക്ലീൻ ചെയ്യുന്നിടത്ത്, പാചകക്കാരെ നിയന്ത്രിക്കുന്നിടത്ത്, എല്ലായിടത്തും അവരുടെ ഒരു കയ്യും കണ്ണും എല്ലായിടത്തും വിളമ്പുന്ന സമയത്ത് എല്ലാം അവരായിരിക്കും ഒരു ലീഡർഷിപ്പ്. അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരാളില്ലേ. അങ്ങനത്തെ ഒരു ചേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ 5 പെൺമക്കളാണ്. അപ്പോൾ ആ പുള്ളി ഇപ്പോൾ മരിച്ചുപോയി. ആ പുള്ളിക്കാരെ പറ്റി ഓർത്തപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഇതിനകത്തൊന്ന് പറയാൻ ഓർത്ത്, ഒരു പഴയ ഓർമ്മ പറഞ്ഞ് നിൽക്കൊന്ന് ചിരിക്കട്ടെന്ന് ഓർത്തിട്ടാണേ. അപ്പോൾ ആ പുള്ളിക്കാരൻ, ഞങ്ങളൊരു പ്രാവശ്യം, ഞാൻ പറഞ്ഞില്ലേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും അച്ഛനും കൂടെ സിനിമയ്ക്ക് കയറിയിട്ട് സംഭവം തെറ്റിപ്പോയി. പ്രേം നസീറിൻ്റെ ഒരു വികടകവി എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാനാണെന്ന് തോന്നുന്നത്. കയറിയപ്പോൾ അവിടെ ഏപ്പടമായിരുന്നു ഓടുന്നത്, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പം ആ പടം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏപ്പടം, ഞങ്ങൾ ഇന്നലെ വരെയുള്ള കണ്ട പടത്തിൻ്റെ പോസ്റ്റർ കണ്ടാണ് കയറിയത്. പടം മാറിപ്പോയി. അപ്പം ഞങ്ങളെ അതിനകത്ത് കയറിയിരുന്നപ്പം പകുതിയായപ്പോൾ, ഞാൻ മുൻപ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഞങ്ങൾ ഈ ക്യൂവിൽ നിൽക്കുമ്പം, മറ്റേതെല്ലാം നിങ്ങൾ മറ്റു വീഡിയോ കൊണ്ട് മനസ്സിലാക്കണം, ഞങ്ങൾ ഈ ക്യൂവിൽ നിൽക്കുമ്പോഴേ ഞങ്ങളുടെ അടുത്തുള്ള ഈ നല്ല മനുഷ്യനെ, 5 പെൺമക്കളുടെ നല്ല സദാചാര ബോധമുള്ള, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന, ഞങ്ങളുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ടൊരു വ്യക്തി, ജനസമ്മതനായ ഞങ്ങളുടെ സ്വന്തം ഒരു ചേട്ടൻ. ഈ ചേട്ടനെ ഞാൻ എടി അച്ഛമ്മ അതാരെന്ന് നോക്കിയാൽ പെട്ടെന്ന് പുള്ളിക്കാരൻ ഞങ്ങളെ കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് മിന്നി പറഞ്ഞു, ഞങ്ങളെ കാണുകയില്ല, തല വഴി തോർത്തെടുത്തിട്ട് പുള്ളി ഒരു തോർത്തിട്ട് വീട്ടിൽ നിൽക്കുന്ന രീതി വന്നിരിക്കുക. ഒരു കയ്യിൽ മുണ്ട് കൊടുത്ത് ഷർട്ട് വിട്ട് വീട്ടുകാരറിയാതെ ഏർപ്പാടം കാണാൻ വന്നിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനത്തെ മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. അന്നൊക്കെ അത് വലിയ കുറ്റം, കിളവൻ ഏർപ്പാടം കാണാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പുള്ളിക്കാരനെ ഞങ്ങളങ്ങനെ ബഹുമാനം നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട്. പക്ഷെ പുള്ളി ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിലും പുള്ളിയുടെ വീട്ടിലൊരു മാങ്ങ, തേങ്ങ, ഒരു കണ്ണിമാങ്ങ കൊഴിഞ്ഞ് മറ്റേ ഗ്ലോബിക്കാന്ന് പറഞ്ഞ സാധനം, ലോലോലിക്കായ അങ്ങനെ സാധനമൊക്കെ ഉണ്ട് പുള്ളിയുടെ വീട്ടിൽ. നമ്മളെ ചാമ്പങ്ങയൊക്കെ ഉണ്ട്. നമ്മളൊരു ആ ഏരിയയിലൂടെ ഇല്ല, പുള്ളിക്കാരൻ ഓടിക്കും നമ്മൾ. അത്രയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം പുള്ളിക്കുണ്ട്. ഒരു പുള്ളിയുടെ പാടത്തുകൂടെ ഒക്കെ ഇങ്ങനെ ആച്ചിമ ഇങ്ങനെ പുല്ലൊക്കെ ആടിന് വേണ്ടി പറിക്കാൻ പോകും, ഞാൻ അതിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ അച്ചിമ്മയുടെ അകമ്പടി സേവിച്ച് നടക്കും ഞാൻ. അപ്പം അവരുടെ ആ പാടത്തിൻ്റെ അരിയത്തോട്ട് പോയി ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിലൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ ഞങ്ങൾക്ക് ഓടിക്കാൻ ഞങ്ങൾ ഓടിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനുമാണ് ഈ പുള്ളിക്കാരൻ ഇത്. അപ്പം ഇയാളെ ഞങ്ങൾക്ക് പേടിയുമാണ്, എന്നാൽ ഞങ്ങൾക്ക് സ്നേഹവുമാണ്. അപ്പോൾ ഇയാളെ ഇങ്ങനത്തെ ഇതിൽ ഇയാൾ പെട്ടെന്ന് തോർത്ത് തലയിൽ കൂടെ മുഖത്തോട് ഇട്ട് അയാളെ മനസ്സിലാവില്ലെന്ന് ഓർത്ത്
അത് കയറി ഞാൻ അച്ഛമേ ഞാൻ അച്ഛമേ ഒന്നാലും ഈ ചേട്ടനാൾ കൊള്ളാം, പേര് ഞാനിവിടെ പറയുന്നില്ല, ചേട്ടനാൾ കൊള്ളാലോ, ഒരു ചേട്ടനായിട്ട് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിരുന്നേ. ഈ പുള്ളിക്കാർ ഇത് കാണാൻ വന്നില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളെ ഏപ്പടം വന്നപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് ചോദിച്ച് പുറത്തിറങ്ങി. ദൈവമേ ഏപ്പടം ഞങ്ങൾ അറിഞ്ഞില്ലേ. അച്ഛമേ ഇങ്ങനെ എടീ ഇത് പിന്നെ പടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം അച്ഛൻ പറയാം അതേ ഇംഗ്ലീഷ് ന്യൂസാണെന്ന്. പണ്ടൊക്കെ ന്യൂസ് കുറച്ച് സമയം കാണിക്കും ഇംഗ്ലീഷ് പടത്തിൻ്റെയൊക്കെ. അത് ന്യൂസാണ് കൊണ്ടിരുന്നു. ഞാൻ ഇനിയില്ല ശരിയില്ല ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ പിന്നെ ആച്ചി എഴുന്നേറ്റ് പുറത്ത് വന്ന് ഞങ്ങൾ ടിക്കറ്റിൻ്റെ പൈസ തിരിച്ച് ചോദിച്ചാൽ ഞങ്ങൾ ഓടിച്ചതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പുറത്ത് ഞങ്ങൾ യൂണിഫോമിട്ട് വന്നിരിക്കുന്ന രണ്ടും കൂടെ എന്നൊക്കെ പറയണം. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ തിരിച്ച് പോന്നു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഈ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളുടെ പേര് ആച്ചമ്മ ഞാനിവിടെ ഞങ്ങൾ ഈ 2 ഗുണ്ടകളെ പോലെ അവിടെ ചെന്ന് പുള്ളിനെ നോക്കിക്കൊണ്ട് നിൽക്കിയപ്പോൾ പുള്ളിക്കാരൻ എന്ത് വേണം നമ്മൾ അന്ന് വരെ വീട്ടിൽ നിറയെ ചെടിയുണ്ട്, ഒരു ചെടി ചോദിച്ചാൽ തരത്തില്ല, ഒരു കണ്ണിമാങ്ങ പോലും പെറുക്കാൻ സമ്മതിക്കത്തില്ല, ചാമാങ്ങ പെറുക്കാൻ സമ്മതിക്കത്തില്ല, എന്ത് വേണേലും ഞങ്ങൾ എടുത്തോളാൻ അവിടെ നിന്ന്. അപ്പോൾ പിള്ളേർ വിളിച്ച് പറഞ്ഞു അച്ഛാ അതേ ഇവർ പിന്നെ ചാമ്പങ്ങ പറിക്കുന്നു, അവർ പറിക്കട്ടെ, പറിച്ചോ മക്കളെ, തോട്ടി വേണമെങ്കിൽ തരാമെന്നായി, മാങ്ങ വേണമെങ്കിൽ തോട്ടി തരാമെന്നായി. ഞങ്ങളെ പേടിച്ചിട്ടാ ചേട്ടൻ എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്, ഞങ്ങൾ പറയുമെന്ന് ഓർത്തിട്ട്. അത് എനിക്കിതിനകത്ത് പറയണമെന്ന് ഓർത്തി. അവരുടെ ആ പണ്ടത്തെ കാര്യം ആ എപ്പോഴാ കണ്ട് നമ്മളങ്ങനെ അവിടെ പറഞ്ഞാലൊന്നും. പക്ഷെ ഞങ്ങൾ 2 പേരും എന്നാ നല്ല കുട്ടികളായിരുന്നു, ഒരു വ്യക്തികളോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പബ്ലിക്കിൽ ഇത് ആ പുള്ളി ഇവരോട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇതിലൂടെ പറയുകയാണ്. എനിക്കെൻ്റെ അതോ മെമ്മറിയിൽ വന്ന്. പിന്നെ പോലും ഞങ്ങൾ ആ പുള്ളിയുടെ പാടത്ത് പുല്ല് പറിക്കാൻ ചെന്നാൽ പ്രശ്നമില്ല, പറമ്പിൽ പുല്ല് പറിക്കാൻ ചെന്നാൽ പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് മാങ്ങ പറിക്കാം, ഗ്ലോവിക്ക പറിക്കാം, വീട്ടിനകത്ത് കയറി ചെല്ലാം, പറമ്പിൽ കയറി ചെല്ലാം. ഞങ്ങൾക്ക് 2 പേർക്കും സർവ്വസ്വാതന്ത്ര്യം. അവിടുത്തെയൊക്കെ കല്യാണങ്ങൾ വന്നു കഴിഞ്ഞാൽ പുള്ളിയാണ് സദ്യ നിയന്ത്രിക്കുന്നത്. ഈ സദ്യവട്ടത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ 2 തല കണ്ട ആദ്യം ഞങ്ങൾക്ക് സീറ്റ് പിടിച്ച് പുള്ളി കൊണ്ട് ഇരുത്തി തരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യം മാറി. കാരണം ഈ രഹസ്യം ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പുള്ളി മരിക്കുന്നവരെ ഞങ്ങളോട് വളരെ സ്നേഹമായിരുന്നു. പുള്ളിക്കൊരു അറ്റാക്ക് വന്ന് വേഗം ഒന്ന് മരിച്ചുപോയി. ജീവിതത്തിൽ അത് മറക്കത്തില്ല. അല്ല അത് ഇന്നത്തേക്ക് ആണെങ്കിൽ അങ്ങനെ വരത്തില്ല. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. ഞങ്ങളുടെ അടുത്ത് നല്ല സോഷ്യൽ മീഡിയ ആയിരുന്നു അവിടുത്തെ. അപ്പം ഞങ്ങളെ പിടിക്കുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് പുള്ളി നാണം കിടുമെന്ന് ഓർത്തിട്ട് പുള്ളി വളരെ പിന്നെ ഞങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങി. മനസ്സിലായി. അതൊന്ന് പറയണമെന്ന് വൃത്തിയാക്കണേ. അല്ല ശരി, ഒന്ന് ചിരിച്ചു നോക്കിയാൽ അന്ന് വരെ ഈറ്റപ്പുലിയിൽ നിന്ന് ഒരാൾ ഈ സംഭവത്തിന് ശേഷം ഞങ്ങളോട് പേടിച്ച് ഞങ്ങൾക്ക് കൊപ്രയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൊപ്ര നടക്കുന്ന മില്ലൊക്കെ ഉണ്ട്. പുള്ളിക്ക് ആ മില്ലിൽ ജോലിയാണ്. ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ കൊപ്ര. അന്ന് വരെ ഞങ്ങൾ വായിട്ട് നോക്കി നടന്നാൽ പോലും ഞങ്ങൾക്ക് തന്നെ പോകുന്നുണ്ട് ഓടിക്കുമായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് പുള്ളിക്കാർ വലിയ കൊപ്രയൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ VIP-കളായി. അപ്പോൾ അത് പറയണമെന്ന് വൃത്തിയാക്കരകളായി ഇതിനകത്ത്. അപ്പോൾ 12:20 ഇപ്പോൾ വണ്ടി വരും. അപ്പം ഞാൻ അവസാനം ടച്ചപ്പ് ചെയ്ത് പുറത്ത് പോവുകയാണ്. നിങ്ങൾ ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാണ്. എല്ലാവരും ഫുഡൊക്കെ വെച്ചാൽ ഞാൻ എന്തൊക്കെയാ പറയാം, മുരിങ്ങക്കോലും തക്കാളിയും നല്ല കിളിച്ചുണ്ട മാങ്ങ സുമിത്രാമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നല്ലൊരു വെള്ളച്ചാറ് വെച്ച്, അതിൽ നല്ല കുരുമുളക്, പെരുംജീരകം, നല്ല മുളക്, വിനാഗിരി എല്ലാം കൂടെ പെരട്ടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റിലെല്ലാം കൂടെ വെളിച്ചെണ്ണ എല്ലാം കൂടി ഇട്ട് പുരട്ടി നല്ല സൂപ്പറായിട്ട് വറുത്തു. പിന്നെന്താ വരുന്നു വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയതുണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ട് എൻ്റെ ബോബൻ ചേട്ടൻ കൊടുത്തു വിട്ടു. ഇനി അടുത്ത ഇരിക്കുന്നത് പിന്നെ സാമ്പാർ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ വെച്ചതാണ് സാമ്പാർ. ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറ് പക്ഷേ കൊണ്ടിട്ടില്ല, വിശന്നില്ല എനിക്ക്. ഞാൻ 4 ഇഡലി രാവിലെ തട്ടിയായിരുന്നു. നല്ല സാമ്പാറായിരുന്നു. അപ്പോൾ ഇഡലി 2 എടുത്ത് 2 സാറ് എനിക്ക് ഇറങ്ങാത്ത ഇഡലി ഇഷ്ടമല്ലാത്ത നല്ല ടേസ്റ്റ് ഇഡലിയാണ്. നല്ല സ്മൂത്തായിട്ടിരിക്കുന്നത്. കൊടുക്കാൻ കൊടുത്തിട്ട് 2 കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര സുന്ദരമായിട്ടിരിക്കുന്നത്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിശപ്പില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കഥകൾ. അപ്പോൾ നമ്മൾ പോയി എല്ലാം മേടിച്ചിട്ട് വരാം. നിങ്ങൾ കാരണം ഞാൻ ഈ റെഡ് ലിപ്സ്റ്റിക്ക് മാറ്റി എനിക്ക് എന്തോ വേറൊരു മാറ്റം വന്നാണ് എനിക്ക് തോന്നുന്നു. തൊട്ടെ ചക്കരകളെ ഓക്കെ എന്തൊക്കെ